ഹലോ നമസ്കാരം. ടുഡേയ്സ് റിയാദിൻ്റെ പുതിയൊരു എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളോടൊപ്പം 2-3 ഗസ്റ്റുകളുണ്ട്. പ്രധാനമായിട്ട് നമ്മുടെ നിസാം അലി ഉണ്ട്, പിന്നെ നമ്മുടെ ഷുഹൈബ് മാലിക്, പിന്നെ നമ്മുടെ ഇക്ക ഉണ്ട്, നമ്മളെ അരുണുണ്ട്, റിയാദിൻ്റെ പുതിയ നവസംവിധായകൻ അരുണുണ്ട്. അപ്പം എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് പ്രത്യേകിച്ച് കിട്ടിയ നമ്മുടെ നിസാം അലി, പുള്ളിയെ കുറിച്ച് ചോദിക്കുക എന്താണെന്ന്. നിസാമൊക്കെ ഒന്ന് എന്താണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുന്നത്? എങ്ങനെ നാട്ടിലൊക്കെ എവിടെയാണ്? ഇൻട്രൊഡക്ഷൻ, ഞാൻ എറണാകുളംകാരനാണ്, ആലുവക്കാരനാണ്. അതെ, ഞാനൊരു 10 വർഷമായിട്ട് ഫീൽഡിൽ പ്രൊഫഷണലായിട്ട് പോകുന്ന ഒരാളാണ്. പാട്ടുകാരനാണ്, സംഗീത സംവിധായകനാണ്, സ്റ്റേജ് പെർഫോമറാണ്. അങ്ങനെ ഒരുപാട് നിരവധി സ്റ്റേജുകളിലൊക്കെ നിരവധി രാജ്യങ്ങളിൽ, ഏകദേശം എത്ര രാജ്യങ്ങളിൽ? ഞാൻ അത്യാവശ്യം GCC എല്ലാ രാജ്യങ്ങളിലും പോയിട്ടുണ്ട്. എല്ലാ രാജ്യം പോയിട്ടുണ്ട്, GCC എല്ലാം മാറി മാറി ഇങ്ങനെ ഓരോ പ്രോഗ്രാം കാര്യങ്ങളും. ഇവിടെ നാട്ടിലായാലും നമ്മൾ ഓളിനായിട്ട് എല്ലായിടത്തും പോകുന്നുണ്ട്. അതർ സ്റ്റേറ്റുകൾ പോകുന്നുണ്ട്. ഇപ്പം റിയാദിൽ ഇപ്പം പുതിയതായിട്ട് 2 പ്രോഗ്രാമിനാണ് ഇപ്പം റിയാദിൽ ഇവിടെ എത്തിയിരിക്കുന്നത്. ഏത് പ്രോഗ്രാമിനാണ് ഇപ്പോൾ റിയാദിലെത്തിയത്? ഞാനിപ്പോൾ റിയാദിൽ വന്നത് വേൾഡ് മലയാളി കൗൺസിലിന്റെ പ്രോഗ്രാമിനാണ്. ഞാൻ റിയാദിൽ ആദ്യം വരുന്നത് 2016-ലാണ്. ഞാനും നമ്മുടെ സംവിധായകൻ ഐ വി ശശി സാർ വരുന്ന ഗസ്റ്റ്. എറണാകുളം ഡിസ്ട്രിക്ട് പ്രവാസി അസോസിയേഷന്റെ പരിപാടിയായിരുന്നു. അങ്ങനെ വന്നു. പിന്നെ അതിനുശേഷം 2019, 20, 22 കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. 25. ഓക്കെ, എങ്ങനെയാണ് ഈ ഒരു മേഖലയിൽ എത്തിപ്പെട്ടത്? എങ്ങനെയാണ് ഒന്ന് വിവരിക്കാമോ? മേഖല, ഞാൻ എൻ്റെ ചെറുതായി മുതലേ സ്കൂളിൽ മുതലേ പാട്ടും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ സജീവമായിട്ട് ആളാണ്. പിന്നെ ഡിപ്ലോമക്ക് പഠിക്കുമ്പോൾ കലാതിലകം അങ്ങനെയൊക്കെ ആയിട്ടുള്ള അവാർഡുകളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലൊക്കെ ആയിട്ട് അങ്ങനെ. പിന്നെ 2013 മികച്ച ടെലിവിഷൻ ഗായകനുള്ള അവാർഡ് കിട്ടിയിരുന്നു. അതെ അതെ. പിന്നെ അങ്ങനെ ഒരു നീണ്ട ഒരു ജേണിയാണ്. അതെ അതെ അതെ. ഓക്കെ, ഇപ്പം ഞങ്ങളോടൊപ്പം നമ്മുടെ ഷുഹൈബായി ഉണ്ട്. നിങ്ങൾക്കെല്ലാം റിയാദിൽ നല്ല പാട്ടുകാരനാണ് ഷുഹൈബായി. നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളൊരു അരികിൽ നീ ഇല്ലാതെ എന്നൊരു ആൽബം നമ്മൾ റിലീസ് ചെയ്തിരുന്നു. നമ്മുടെ ടുഡേയ്സ് പ്രസൻസ് ആണ് നമ്മൾ ചെയ്തത്. നല്ല രീതിയിൽ റീച്ച് ആവുന്നുണ്ട് റിയാദിൽ. നമ്മുടെ എത്രയായി 120K ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് സുഹൈബായോട് ചോദിക്കാം ആ ആൽബത്തിനെ കുറിച്ച്? സുഹൈബായ ഡീറ്റെയിൽ നമുക്ക് ചോദിക്കാം. എൻ്റെ ഇതിന് മുന്നേ ഒരു ആൽബം, തമിഴ് ആൽബമായിരുന്നു. അത് 2023 പുറത്തിറങ്ങി. അത് വേറെ ചാനലിലാണ് റിലീസ് ചെയ്തത്. അതും നല്ലോണം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ റിയാദിലധികം കോൺസെൻട്രേഷൻ ഉണ്ടായിരുന്നില്ല. അധികം പ്രോഗ്രാംസിനൊന്നും പോവാതിരിക്കുന്ന സമയമാണ് ഈ 22-23 കാലഘട്ടം, ജോലി സംബന്ധമായ തിരക്കുകൾ കാരണം. പിന്നെയാണ് ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒന്ന് എൻ്റെ ചാനലിൽ ഇറക്കാനായി ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് മോനുമായിട്ട് ആ പാട്ട് വീണ്ടും ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ അരികിൽ നീ ഇല്ലാതെ റിലീസ് ചെയ്തത്. ടുഡേയ്സ് റിയാദാണ് അതിൻ്റെ എല്ലാം കാര്യങ്ങളെല്ലാം ഏറ്റെടുത്തത്. നിസാമൊക്കെയാണ് നമ്മുടെ പാട്ട് റിലീസ് ചെയ്തത്. വളരെ സന്തോഷം. പെട്ടെന്നായിരുന്നു, ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല. പാട്ട് നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാവരും അതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും താങ്ക് യു. പിന്നെല്ലാം നിസാംക്ക പറയട്ടെ, മുപ്പുരാണ് ഇവിടുത്തെ സ്റ്റാർ, ഇപ്പോഴത്തെ സ്റ്റാർ. അതെ, നിസാം ഭായി എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? ഇപ്പം 2-3 സിനിമകൾ ഓൾറെഡി കമ്മിറ്റാണ്. സംഗീതം, പിന്നെ സ്റ്റേജ് പ്രോഗ്രാമുകൾ ഓൾറെഡി വർക്കുകൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഇപ്പം ഞാൻ നിസാം ഭായിയുടെ പ്രോഗ്രാംസ് കണ്ടിട്ടുണ്ട്. നല്ല ഒരു പവർ ബാക്ക് പ്രോഗ്രാമാണ്. നമ്മളൊരു ഏതെങ്കിലും സ്റ്റേജിൽ നമ്മൾ പ്രോഗ്രാം അവതരിപ്പിച്ചാൽ നമുക്കൊരു ഓഡിയൻസ് എന്ന നിലയിൽ നല്ലൊരു ആംബിയൻസ് ആണ് കിട്ടുന്നത്. എങ്ങനെയാണ് ഈ ഒരു എനർജി കീപ്പ് ചെയ്യുന്നത്? എങ്ങനെയാണ് എനർജി എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു പ്രോഗ്രാമിന് നമ്മൾ പോകുമ്പോൾ നമ്മൾ എൻജോയ് ചെയ്യാൻ പോവാം. അതെ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ അവിടെ പെർഫോം ചെയ്ത്, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ നമ്മൾ പാടുമ്പോഴാണ് പ്രോഗ്രാമിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. അവരും സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഒന്ന് നിന്ന് കുറച്ച് പാട്ട് പാടി പോകുമ്പോൾ അതിനേക്കാൾ നല്ലത് അവരുടെ പൾസ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പാട്ട് പാടുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പം എനിക്കറിയില്ല ബാക്കിയുള്ള പറയേണ്ടത് പാട്ട് കേൾക്കുന്നതാണ്. കൂടാതെ തന്നെ നമ്മൾ ഈ ഒരു ഏത് മലയാളം ഗാനമാണോ അതേ അതർ സ്റ്റേറ്റ്സിൻ്റെ ഗാനമാണ് ഏറ്റവും കൂടുതൽ ഒരു? ഞാൻ മലയാളം, ഹിന്ദി, തമിഴ്, പഞ്ചാബി, ബംഗാളി, ആസാമി, എല്ലാ ഓൾറൗണ്ടറാണ്. നാടൻ പാട്ട്, മാപ്പിള പാട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് എല്ലാ പാട്ടും പാടുന്നുണ്ട്. പിന്നെ ഇവിടെ വന്നപ്പോൾ
അരികിൽ നീ അല്ലാതെ എന്ന ആൽബം സത്യം പറഞ്ഞാൽ ഞാൻ റിലീസ് ചെയ്തപ്പോൾ ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. അത്ര ഗംഭീരമായിട്ട് തന്നെ അത് വർക്ക് ചെയ്തിട്ടുണ്ട്. തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം നല്ല അത്യാവശ്യം നല്ല വ്യൂ അല്ലേ ഷോയെ, നല്ല അത്യാവശ്യം വ്യൂസായി. ഓ അത് ഏറ്റവും വലിയ സംഭവമല്ലേ. കാരണം എനിക്ക് തോന്നുന്നു ഷോയെ തമിഴൊക്കെ കഴിഞ്ഞിട്ട് മലയാളത്തിലേക്ക് ഒരു സാധനം സംഭവമാണ്. അപ്പൊ അത് സത്യത്തിൽ ഷോയബായ എല്ലാം റിയാദിൽ അറിയത്തില്ല. എങ്ങനെയാണ് പുള്ളിയുടെ ഒരു എന്താ പറയാ, പുള്ളിയുടെ ഒരു ഇതിവിടെ റിയാദ് സമൂഹത്തിൽ അറിയത്തില്ല. അതായത് ഷുഹൈബ് എന്ന് പറയുന്നത് ഒന്ന് ഹ്യൂമൻ ബീയിങ്, രണ്ടാമത് ഏറ്റവും മികച്ച നല്ലൊരു ആർട്ടിസ്റ്റാണ്, കലാകാരനാണ്, അത്രയും ക്ഷമയുള്ള ഒരു മനുഷ്യനാണ് അല്ലേ. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഫ്രണ്ട്ഷിപ്പിനാണ് ഏറെ പ്രാധാന്യം കൊടുക്കുന്നതാണ്. പിന്നീട് സിയാദിൽ അതിന്റെ വിഷമം എനിക്കുണ്ട്. സിയാദ് ഉണ്ടായിരുന്നു, ജോലിയിലെ കുറച്ച് തിരക്കായിട്ട് സിയാദ് മിസ്സിംഗ് ആണ്. അതെ അതെ. അപ്പൊ ഈ പറഞ്ഞ ഒരു ബന്ധങ്ങളെ നമ്മളെന്നും പ്രോഗ്രാമിനുപരി ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു, അപ്പൊ സജീവൻ അറിയാൻ പറ്റും. അതെ അതെ എനിക്കറിയാം. ഇപ്പം ഏതെങ്കിലും ഇപ്പൊ എങ്ങനെയാണ് ഒരു സിനിമാ മേഖലയിൽ ഏതെങ്കിലും ഗാനങ്ങൾ ആലപിച്ചു? സിനിമാ മേഖലയിൽ ഇപ്പൊ എന്റെ കോളനി എന്നുള്ള പടം റിലീസ് ഓൾറെഡി ആയി. അതിൽ ഞാൻ തന്നെ സംഗീതം ഞാൻ തന്നെ പാടിക്കണത്. അമ്പിളി മാമനുണ്ട്. പിന്നെ 1, 2, 3 എന്ന് പറഞ്ഞ പടം അത് ഓൾറെഡി കമ്പോസ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് പാട്ടും പാടിക്കഴിഞ്ഞ് ഇറങ്ങാൻ വേണ്ടിയിരിക്കുന്നു. ഇപ്പം പുതിയ പടങ്ങൾ 3 എണ്ണം ഞാൻ പറഞ്ഞു കമ്മിറ്റഡ് ആണ് ചെയ്യാനുള്ള ഒരു പരിപാടി. ഞാൻ നാട്ടിൽ പോയിട്ട് എന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ എന്റെ പെരുന്നാളിന്റെ 2 പാട്ട് ഹിറ്റായിരുന്നു. ആൽബംസിലുണ്ട്. ഒന്ന് ഒരു ഡിവോഷണൽ മുസ്ലിം സോങ്ങും ഒന്ന് ഒരു മൈലാഞ്ചി പാട്ട്, 2 ഹിറ്റായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ പോണു നമ്മുടെ ഒരു ലൈഫ്. തന്നെയല്ലേ ഇപ്പൊ സജീവ എനിക്ക് തോന്നുന്നു ഇവിടെ വന്നപ്പോ മുതല് ഇക്ക നാളെ ഫ്രീ ആണോ, നാളെ ഫ്രീ ആണോ, നമ്മൾ ഓരോ ദിവസം ഇങ്ങനെ ഓരോ കാര്യങ്ങളോട് പോണോണ്ടാണ്. ഇപ്പം നിസാമക്കയുടെ കൂടെ നമ്മുടെ അരുണുണ്ട്. നമുക്കറിയാം റിയാദില് ഒരു നവാഹിത സംവിധായകനാണ്. അരുണോട് ചോദിക്കും എങ്ങനെയാണ് ഇവിടുത്തെ അപ്ഡേറ്റ്? നീ ഇരിക്കുമ്പോൾ ചോദിച്ചില്ലെങ്കിൽ മോശമുണ്ട്. നീ എന്തെങ്കിലും പറ. ഈ ആൽബത്തിന് ഞാൻ പറയാം. നമ്മുടെ അരികിൽ നീ ഇല്ലാതെ എന്ന ഒരു ആൽബത്തിന്റെ പിന്നണി പ്രവർത്തിച്ച ഒരാൾ നമ്മളെ കൂടെ ഉണ്ട്, അരുൺ കൃഷ്ണ. എന്താണ് ആ ആൽബത്തെ കുറിച്ച് ചോദിക്കാം? ഞാൻ പറഞ്ഞോട്ടെ അരുണ, ഈ അരികിൽ നീ ഇല്ലാതെ ഇതിൻ്റെ തന്നെ ഫീമെയിൽ വേർഷൻ നമ്മുടെ ഇവിടുത്തെ നമ്മുടെ ഫാമിലി ഫ്രണ്ടും ആയ നമ്മളൊരു, ഞാനത് വെളിപ്പെടുത്തുന്നില്ല, ഒരു ഇറങ്ങുന്ന സമയത്ത് അറിഞ്ഞാൽ മതി അല്ലേ, അല്ല ബെറ്റർ. അപ്പോൾ ആ കുട്ടിയും പാടി ഇറങ്ങുന്നുണ്ട്. അതിൻ്റെ മെയിൻ ഡയറക്ടറാണ് അരുൺ. എല്ലാം അറിയാം. നമ്മുടെ സുഹൈബായിയുടെ മകൻ നമ്മളെ കൂടെ എത്തിയിട്ടുണ്ട്. ആൾ കിടിലാണ്. നമ്മൾ വിചാരിക്കണല്ലേ പൊളിയാണ് ആള്. എന്താണ് മോനെ കുറിച്ച് നമുക്ക് ചോദിക്കാം. പേര് റയാൻ. എത്ര പഠിക്കുന്നത്? ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. എവിടെ? അല്ലാലിയ ഇന്റർനാഷണൽ. പാട്ട് പാടോ? അതായത് നിങ്ങൾ ബന്ധങ്ങൾക്ക് ഭയങ്കര വാല്യൂ കൊടുക്കുന്ന ആളാണ്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ സംഭവം ചോദിച്ചു. അപ്പോൾ ഞാൻ അത് ബേസ് ചെയ്തിട്ട് ഞാൻ എടാ ബന്ധങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പിന് ലേഡീസ് പറയില്ല എന്നെ നീ പെണ്ണുപിടിയാക്കരുത്, എന്നെ നീ പെണ്ണുപിടിയാക്കരുത്. ഇപ്പം നിസാമ, ഇപ്പം നിങ്ങൾ ഈ ഫ്രണ്ട്ഷിപ്പിന് ബന്ധങ്ങൾക്കും നല്ലൊരു വാല്യൂ കൽപ്പിക്കുന്ന ഒരാളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പ്, നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് പറ്റിയിട്ട് എനിക്ക് മനസ്സിലാകുന്നത് എങ്ങനെയാണ് അത് കീപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതായത് നമ്മൾ എല്ലാ നേരം ഫുൾ ടൈം തിരക്കുള്ള ആൾക്കാർ ആരുമല്ല. അതെ, മൈക്കിൽ സംസാരിച്ചില്ല. ഇപ്പം നിസാമൊക്കെ ഫ്രണ്ട്ഷിപ്പ് ബന്ധങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്ന നല്ലൊരു മനുഷ്യനെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും ആ ഒരു നിലനിൽപ്പ് നമ്മൾ വർഷങ്ങളോളം എങ്ങനെയാണ് ഇത് എങ്ങനെ കീപ്പ് ചെയ്യുന്നത്? അതിന് ഉദാഹരണമാണ് എൻ്റെ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ഒരു മനുഷ്യൻ. 10-12 വർഷമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഇന്നും നിലക്കുണ്ട്. ഇനിയിപ്പോൾ ഇവൻ ഏത് രാജ്യത്ത് പോയാലും ഞങ്ങൾ തമ്മിൽ ഇടയ്ക്ക് കോൺടാക്ട് ഉണ്ട്. ചില ബന്ധങ്ങൾ നമുക്ക് ബന്ധങ്ങളിലൂടെ മാത്രം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഒന്നത്. രണ്ടാമത്തെ കേസ്, ഇപ്പോൾ ഫാസ്റ്റ് കാലഘട്ടമാണ്. എല്ലാവരും പൈസയിലും ബിസിനസ്സിനും പുറകെ.
ജീവിതത്തിൽ ആകെ ഒരു നന്മയും നേട്ടവും നടന്ന ഫ്രണ്ട്ഷിപ്പാണ്. അപ്പം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ സൗഹൃദങ്ങൾക്ക് വാല്യൂ ഉണ്ടാവും, പ്രോഗ്രാം ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും. ഇപ്പം നിസാം ഭായി നാട്ടിലും ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്, പല പല സ്റ്റേറ്റുകളിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് ഒരു വ്യത്യാസം, ഒരു ഓഡിയൻസിൻ്റെ ഒരു വൈബ് ഏറ്റവും കൂടുതൽ നിങ്ങൾ കണക്ട് ആവുന്ന ഏത് ഭാഗത്താണ്? ഓഡിയൻസ് നമ്മുടെ നാട്ടിൽ എവിടെ പ്രോഗ്രാം ചെയ്താലും ഓൾറെഡി അവർ അക്സെപ്റ്റ് ചെയ്യും, കാരണം നാട്ടുകാർ അങ്ങനെയുള്ള നല്ല സപ്പോർട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ പുറമേ ഉള്ള അതർ സ്റ്റേറ്റിൽ പോകുമ്പോൾ ചിലപ്പം എന്താ പറയാ, അവരുടെ ഒരു കൾച്ചർ വേറെയാണ്, നമ്മുടെ നാട് വീട്ടിൽ വേറെയാണ്. അവരെല്ലാവരും കൈ കെട്ടിയിട്ട് ഇങ്ങനെ പരിപാടി കണ്ടു. പക്ഷെ നമ്മുടെ നാട് അതൊക്കെ ഒത്തിരി ഡിഫറെന്റ് ആണ്. സപ്പോർട്ട് ചെയ്യാനും പ്രവാസികളെ ഒരു നല്ലൊരു വൈബാണ് നമുക്കല്ലേ ഇവിടെ. പിന്നല്ലേ പ്രവാസികളല്ലേ ശരിക്കും പറഞ്ഞ കലാകാരന്മാരുടെ ഒരു സ്വത്ത് എന്ന് പറയുന്നത്. അവരില്ലെങ്കിൽ കലാകാരന്മാരില്ല. എന്നെ പോലുള്ള പാട്ടുകാരനോ മിമിക്രിക്കാരനോ അഭിനേതാവോ ഏത് സെലിബ്രിറ്റി ആയാലും ഇവിടെ വരുമ്പോൾ അവരുടെ പേയ്മെന്റും അവരുടെ എന്താ പറയാ സെക്യൂരിറ്റി എല്ലാം കൊടുക്കുന്ന അവരല്ലേ. അപ്പൊ അവരില് ഇപ്പൊ നാട്ടിൽ പ്രളയം വന്നു, നമുക്ക് പ്രവാസികളിലെ കൊറോണ വന്നു, സപ്പോർട്ട് പ്രവാസികളല്ലേ. പക്ഷെ അവർക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോ നമ്മുടെ ആൾക്കാർ മാറി നിൽക്കണ്ടോ എന്നുള്ളൊരു വിഷമം എന്റെ മനസ്സിൽ അന്നും ഇന്നുണ്ട്. എങ്ങനെയാണ് പിന്നെ നാട്ടില് നേരത്തെ പ്രവാസം, അങ്ങനെ പ്രവാസത്തിൽ ഉണ്ടായിരുന്നോ ജോലി? ഞാൻ പ്രോഗ്രാം ബേസ് ചെയ്തിട്ട് ഇങ്ങനെ പോവാന്നുള്ളത് അത്രേ ഉള്ളായിരുന്നു. അവർക്ക് ജോലി ചെയ്തിട്ടില്ല. ജോലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോലിയാണുള്ളത്, തൊഴിലാണുള്ളത്. അപ്പോൾ നമ്മൾ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ അങ്ങനെ സജീവമായിട്ട് തന്നെ. പിന്നെ അത് മാത്രമല്ല, ഞാൻ കുറച്ച് കലാസംഘടനകളിലും വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പല പല സംഘടനകളിൽ നാട്ടിലും ഫുൾ ടൈം എൻഗേജ് ചെയ്യും. ഇപ്പം നമ്മുടെ നാട്ടിലെ ഫിലിം ഫീൽഡിൽ കാര്യങ്ങൾ ചോദിച്ചാൽ നിസാം ഭായിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഫിലിം ഫീൽഡിലുള്ള ആരാണെന്ന് പറയാം? ഒത്തിരി പേരുണ്ട്. ഞാൻ ഒരാളുടെ പേര് പറയുമ്പോൾ ഇത് ആരെങ്കിലും കണ്ട് മറ്റുള്ളവരുണ്ടായിരിക്കും. ഇങ്ങനെ ഒരു ആത്മാർത്ഥ സുഹൃത്ത് എന്ന രീതിയിൽ പെട്ടെന്ന് പറയാൻ പറ്റിയ ഒരു പേര്, രണ്ടോ മൂന്നോ പേര്. ഇപ്പം നമ്മുടെ മരിച്ചു കൊല്ലസുതി എന്നെ ഇന്റിമേറ്റ് ആയിരുന്നു. കൊല്ലസുതി, ഇതുപോലെ ബിജുക്കൂട്ടൻ, അങ്ങനെ നമുക്ക് വേണ്ടപ്പെട്ട ഒത്തിരി ആർട്ടിസ്റ്റുകൾ. ജാഫർക്ക് അടക്കമുള്ള ഞങ്ങളെ പരിചയപ്പെടുന്നത് ജാഫർക്കാണ്. ജാഫർ ഇടുക്കി. എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ്, എത്രയോ ഞാൻ ഈ ജനകീയത ഞാൻ ഇങ്ങനെ മനസ്സിലാക്കിയതെന്ന് പറഞ്ഞാൽ, പൊതുവേ നാട്ടിൽ നിന്ന് പാട്ടുകാർ വരുന്നുണ്ട്, പക്ഷെ അവരാരും ഇത്ര ഒരു ഫ്രണ്ട്ഷിപ്പോ എന്താണെന്നറിയില്ല, ഒരു ജനകീയനായി നിൽക്കുന്നത് പോലെ എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. ജനകീയനായിട്ട് നിൽക്കുന്ന പോലെ ഫീൽ ആയിട്ടുണ്ട്. കാരണം അത് എന്താണെന്നറിയില്ല, മൂപ്പരുടെ ഡൗൺ ടു എർത്ത് പേഴ്സണാലിറ്റി ആവാം. കാരണം എല്ലാവരും വന്ന് എല്ലാ പ്രോഗ്രാമിനും മൂപ്പര് ആൾക്കാർ വരുന്നു, സംസാരിക്കുന്നു, എല്ലാവരുമായിട്ട് പേഴ്സണലി ആരെയും നെഗ്ലക്റ്റ് ചെയ്യുന്നില്ല. അത് ഞാൻ ഭയങ്കര ഒരു പോസിറ്റീവ് ഇതായിട്ടാണ്. അതൊക്കെ ഞങ്ങളെപ്പോലെയുള്ള വളർന്നു വരുന്ന കലാകാരന്മാർക്ക് അതൊക്കെ കണ്ടു പഠിക്കേണ്ടതാണ്. നമ്മൾ ഫ്രണ്ട്ഷിപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളൊരു ബന്ധം കീപ്പ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് വിളിച്ചിട്ട് എന്തെങ്കിലും വിശേഷം സുഖമായിട്ടിരിക്കണോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യത്തിൽ തന്നെ നമുക്ക് സന്തോഷമാണ്. സജീർ ഉദാഹരണം പറഞ്ഞാൽ സജീറും സിയാദും ഇടയ്ക്ക് ഞാൻ വിളിക്കും, ഇല്ലേ? വിളിക്കുമ്പം നിങ്ങളുടെ ഒരു സുഖവിവരം ഞാൻ ചോദിക്കും, നിങ്ങളത് പറയുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അതൊക്കെ തന്നെ ജീവിതത്തിൽ ഏറ്റവും വലിയ സംഭവം. അല്ലാതെ നമുക്കിപ്പോൾ കുറച്ച് പൈസ കിട്ടി, പ്രോഗ്രാം ചെയ്ത് പോയി, അത് കഴിഞ്ഞ് അതല്ല. ഒരു ബന്ധം കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ആരും അത്ര ഒരു വളരെ റെയർ ആൾക്കാർ മാത്രമേ അത് കീപ്പ് ചെയ്യാറുള്ളൂ. ഇപ്പം ഫാമിലിയെ പറ്റി പറഞ്ഞാൽ എങ്ങനെയാണ്? ഫാമിലി, വൈഫ്, കുട്ടി, ഒരു കുട്ടിയുണ്ട്. വൈഫ് ജോലിയുണ്ട്? ചെറിയ ജോലി ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറാണ്. എൻ്റെ കൂടെ എല്ലാ പരിപാടി ഞാൻ സ്റ്റേജ് ചെയ്യുന്ന ആളാണ്, സ്റ്റേജ് ആർട്ടിസ്റ്റാണ്.
ഈ നാട്ടിൽ വരുമ്പോൾ ഒരു സ്വന്തം വീട്ടിൽ വരണോ ഫാമിലി ആയിട്ട്? ഉറപ്പായിട്ടും. എൻ്റെ കൂടെ ഇപ്പൊ പലരും പറയുന്നതാ ഒരു പാട്ടുകാരനെ വിളിച്ചാൽ ഒരു ഡാൻസറെ ഫ്രീ എന്ന് പറയുന്നില്ല, അതുപോലെ പിന്നെ നമുക്ക് സുഹൈബായി എന്താണ് അടുത്ത ആൽബത്തിന്റെ ഡീറ്റെയിൽസും എങ്ങനെയാണ് ഫ്യൂച്ചർ പ്ലാൻ? അടുത്ത ആൽബം ഞാൻ ചെയ്യുന്നതല്ല, ദുബായ് ടീമാണ്, സക്കറിയ ബാവ ഇക്കാണ് അത് ചെയ്യുന്നത്. മൂപ്പര് ഒരുപാട് ആൽബം ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് പാട്ട് അയച്ചു തന്നു. മൂപ്പർക്ക് എൻ്റെ സൗണ്ടിൽ ആ പാട്ട് റിലീസ് ചെയ്യണമെന്നാണ് ആഗ്രഹം. ഞാനിപ്പോൾ നമ്മുടെ ജോസേട്ടനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് 22-ന് ശേഷം റെക്കോർഡ് ചെയ്യാനായിട്ട്. അത് ഒരു വിത്തിൻ 1 or 2 months അത് റിലീസാവും. അപ്പോൾ അതാണ് തന്നെ അത് അല്ല, ഞാൻ റെക്കോർഡിങ് മാത്രമേ, അതൊക്കെ ദുബായ് അവർ നോക്കിക്കോളും. നമ്മൾ എൻ്റെ വോക്കൽ മാത്രമേ ഉള്ളൂ, ഞാൻ മാത്രം പാടി മാത്രമേ കൊടുക്കും. നല്ല സോങ്ങാണ്, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എന്താണ് നമ്മുടെ അരികിൽ നീ ഇല്ലാതെ കണ്ടിട്ട് ആൾക്കാരോട് റെസ്പോൺസ് എങ്ങനെയാണ്? അതായത് എൻ്റെ തമിഴ് ആൽബം ഫസ്റ്റ് റിലീസ് ചെയ്തപ്പോൾ അത് ഭയങ്കര ക്യാച്ചി ആയ സോങ്ങാണ്. അതായത് അതിലൊരു ഇതുണ്ട്, ഒരു ഹൈ പിച്ച് ഉണ്ട്. ആ ഹൈ പിച്ച് ഭയങ്കര ക്യാച്ചിയാണ്. കുറേ പേര് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്താണ്. പക്ഷേ അതിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് ആൾക്കാർ പറഞ്ഞത് അത് ഷൂട്ട് ചെയ്തില്ല എന്നാണ്. നമ്മൾ സ്റ്റുഡിയോ റെക്കോർഡിങ് മാത്രം ചെയ്ത് ഇറക്കിയത്. അത് മാറ്റിയിട്ടാണ് ഞാൻ ഇത്തവണ ഒരു നമ്മുടെ ശ്രീവത്സൻ ആണ് അത് നാട്ടിൽ നിന്ന് ചെയ്തത്. അപ്പോൾ നമ്മളിതിൽ ഡിസ്കഷനിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ നന്നായി വന്നു. എന്താണ് നമ്മുടെ ഇതിൽ ആർട്ടിസ്റ്റായിട്ട് നമ്മൾ രണ്ടുപേര്, നമ്മുടെ എന്താണ് പേര്? അവര് അഞ്ജിത, റിക്കി. അവര് ആക്ച്വലി വന്നിട്ട് അത് നമുക്ക് കിട്ടിയത് നന്നായി. എന്താണെന്നറിയോ, ആ സോങ്ങിലുള്ള ആ വിഷ്വൽസിൽ അത്ര ഇൻറ്റിമേറ്റ് ആയിട്ട് ഒരു മെയിലും ഫീമെയിലും അഭിനയിക്കണമെങ്കിൽ സാധാരണ ഒരു 2 ആക്ടേഴ്സിനെ കൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് സിനിമാ ഫീൽഡല്ല. പക്ഷെ അവർ കല്യാണം കഴിക്കാൻ പോകുന്നതും ആയതുകൊണ്ട് അവർ ഭയങ്കര ഇൻറ്റിമേറ്റ് ആയിട്ട് അഭിനയിച്ചത് നമ്മുടെ ആൽബത്തിനും കൂടി ഒരു ബൂസ്റ്റപ്പായി. ഒരുപാട് പേര് എനിക്ക് നമ്മുടെ പേഴ്സണലി കമന്റ് വന്നത് ആ ഒരു അഭിപ്രായമാണ്. നല്ല ക്ലോസ് ആയിട്ട് ഇൻറ്റിമേറ്റ് ആയിട്ട് അവർ അഭിനയിച്ചു. അതാണ് ഒരു പ്ലസ് പോയിന്റ്. അതെ, അവർ ശരിക്കും ജീവിക്കുകയാണ് അത് ചെയ്തത്. അവർ ഓൾറെഡി കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാരാണ്. ഇപ്പൊ എന്താ പറയണ്ടേ? മതി ഇല്ല, ഞാൻ വേണ്ട പറഞ്ഞ. ഞങ്ങളിപ്പം മൽബറീസിലാണ്. നമ്മുടെ ചെറിയ ഒരു നിസാംബായി വന്നതിൻ്റെ ഒരു ഭാഗമായി ചെറിയ ട്രീറ്റുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങളിവിടെ ഉള്ളത്. നിസാംബായി എങ്ങനെയുണ്ട്? ബിരിയാണി എങ്ങനെയുണ്ട്? സൂപ്പർ ബിരിയാണി. മൽബറീസിൽ ഇവിടെ നമ്മൾ റിയാദിൽ ഞാൻ കയറിയപ്പോൾ തന്നെ ഷോയി പറഞ്ഞു നല്ല സൂപ്പർ ബിരിയാണികളിൽ ഒന്നാണ് ഇവിടെ. അതെ അതെ, മൽബറീസിലെ ബിരിയാണി റിയാദിൽ എല്ലാവർക്കും നല്ല എന്താ പറയാ പെർഫെക്റ്റ്. അതുപോലെ നിങ്ങളുടെ ഷൂട്ടും അടിപൊളി. താങ്ക് യു. എന്തായാലും നിങ്ങളുടെ ചാനലിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും ഇതുപോലെ നമുക്ക് അടുത്ത പ്രോഗ്രാമുകൾ സാധാരണ പ്രത്യേകത നിങ്ങൾ എഡിറ്റ് ചെയ്തോട്ടോ. അതായത് പ്രത്യേകത പറഞ്ഞാൽ സാധാരണ ഈ പ്രോഗ്രാമൊക്കെ ചെയ്യുന്ന, യൂട്യൂബ് ചെയ്യുന്ന അല്ലെങ്കിൽ ഷോസ് വീഡിയോസൊക്കെ ചെയ്യുന്ന ആൾക്കാർ പല രീതിയിലുള്ളവരാണ്. നിങ്ങൾ രണ്ടുപേരും അതായത് എന്താ പറയുക, ക്യൂട്ട് എന്ന് പറയില്ല, എന്താ പറയുക ഒരു ഭംഗി, സുന്ദരന്മാര്, ഇങ്ങനത്തെ ക്യൂട്ട്. നിങ്ങൾ എങ്ങനെ ഇത് ചേർന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരാൾക്കൊരു ചേർച്ച വേറൊരാൾക്ക്. അതാ ഞാൻ പറഞ്ഞേ, നിങ്ങൾ രണ്ടുപേരും മുഖം കൊണ്ടും സൗന്ദര്യം കൊണ്ടും സംസാരം കൊണ്ടും കളറ് കൊണ്ടൊക്കെ ഭംഗി, ഈ ഭംഗിയുടെ ഒരു കൂടിച്ചേരണല്ലോ, ഇതാണ് നമ്മൾ ക്ലിക്കാകാൻ പോകുന്നത്. അത് എങ്ങനെ ക്ലിക്കാക്കാന്നുള്ള കുറച്ച് ഐഡിയാസ് ഞാനും പറഞ്ഞുതരാം. അത് നമുക്ക് തയ്യാറാക്കാം, ഇൻഷാ അല്ലാഹ് റെഡിയാക്കാം. പക്ഷെ നിന്നെക്കാൾ കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവനെയാ. എന്താ കാര്യം അറിയോ? പണ്ട് ഞാൻ ഇങ്ങനെയായിരുന്നു, പണ്ട് ഈ കോലത്തിലായിരുന്നു. എന്താണ് സുഹൈബായി അവസാനമായിട്ട് ഒരു നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഞാൻ പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷേ ജന്മവാസനയായിട്ട് വന്നതാണ്. അത് ആൾക്കാർ അത് ഏറ്റെടുത്തിൽ വളരെ താങ്ക് യു.
ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതില്ല എന്ന് പറയുന്നത് ഒരുപാട് പേര്. എനിക്ക് ഫസ്റ്റ് ഇവിടെ സ്റ്റേജ് തന്നത് ജലീൽ കണ്ണൂരാണ്. മൂപ്പര് ഇവിടെ ഇല്ല. അതിനുശേഷം ഒരുപാട് പ്രോഗ്രാംസ് ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും വളരെ താങ്ക് യു. പിന്നെ എൻ്റെ മോനെ നിസാം ഖാന് വേണ്ടി ഒരു സ്പെഷ്യലായിട്ടൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞങ്ങൾ ഹാൻഡിൽ ചെയ്യും. കൈയൊക്കെ ഒന്ന് കഴുകിയിട്ട് അല്ലേ അപ്പോൾ ഷൂട്ട് ചെയ്യും. പിന്നെ ഒരു കാര്യം പറയാണ്ട്, ഞാനിപ്പോൾ ഇവിടെ 4 പ്രോഗ്രാം ചെയ്തു. അതിൽ പലരെയും കാണാനോ പറയാനോ പറ്റിയിട്ടില്ല പോണ കാര്യം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരോടും, എല്ലാ സ്പോൺസർമാരോടും സുഹൃത്തുക്കളോടും എല്ലാം നന്ദിയും കടപ്പാട് സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് അരികിൽ നീ ഇല്ലാതെ ആൽബം ഹിറ്റായ സന്തോഷം അത് ഇരട്ടിയുണ്ട്. അപ്പോൾ ആ ക്രൗഡിനും എല്ലാവരും ആശംസകൾ തരുന്നു. താങ്ക് യു. എന്താണ് അവസാനമായിട്ട് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് നിസാം ഭായി? പ്രേക്ഷകരോട് പറയാനുള്ളത് നമ്മളെപ്പോലുള്ള കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്യുക. കാരണം നിങ്ങളാണ് നമ്മുടെ ഒരു എന്താ പറയുക, ഒരു ഊർജ്ജം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് നല്ല നല്ല കലാകാരന്മാർ റിയാദിലും കേരളത്തിലും ഇന്ത്യയിലും ജനിക്കും, വളരും. അത് നിങ്ങൾക്ക് മുതൽക്കൂട്ടാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാവർക്കും കല ഉള്ളി കിടക്കുന്നുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക, മാറിക്കാതെ പ്രോഗ്രാം കാര്യങ്ങളിലും ആയിട്ട് ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകുക. എന്തായാലും രണ്ടുപേർക്കും നമ്മുടെ ടുഡേസ് ഡേയുടെ പേരിലും നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളുടെ പേരിലും നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു. നമ്മളെ കൂടെ കുറച്ച് സമയം അതിലേറെ എനിക്കേറെ സന്തോഷം വരുണിനോടും സിയാദിനോടും അതുപോലെ സജീറിനോടും ഷുഹൈബിനോടുള്ള നന്ദി ഞാൻ വീണ്ടും താങ്ക് യു സോ മച്ച്. ഇനിയും ഉയർന്നു വരുന്ന മേഖലയിൽ എത്തട്ടെ, നിരവധി സിനിമകൾ പാടട്ടെ, ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റട്ടെ. രണ്ടുപേർക്കും രണ്ടിടത്തും ആശംസകൾ നേർന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.